ഇത് കണ്ടോ, ഇതെന്താണെന്ന് മനസ്സിലായത്? എയർ ഫ്രൈ ചെയ്ത പോർക്കിൻ്റെ റിബ്സും ഇറച്ചിയാണ്. ഈ പോർക്ക് എയർ ഫ്രൈ ചെയ്ത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. എയർ ഫ്രൈ ചെയ്യുവാണെങ്കിൽ പാചകവാതകവും പാചക എണ്ണയും ലാഭിക്കാം. അതിനുള്ളൊരു ടിപ്പുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന പോർക്കാണ്. പാചകവാതകം ഇല്ലാതെ പാചക എണ്ണ കുറച്ച് നമുക്കിതൊന്ന് എയർ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഗ്യാസിനൊക്കെ ക്ഷാമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പം തന്നെ നമുക്കിത് എയർ ഫ്രയറിലേക്ക് മാറിയാൽ സോളാർ പാനലൊക്കെ വീടിന് മുകളിൽ വെച്ചിരിക്കുന്നവർക്കാണെങ്കിൽ പാചക എണ്ണയും ലാഭിക്കാം, പാചകവാതകവും ലാഭിക്കാം, കറണ്ട് കാശും ലാഭിക്കാം. അങ്ങനെ 3 തരത്തിൽ ലാഭമുള്ളതാണ് ഈ എയർ ഫ്രയറിലെ കുക്കിങ്. അപ്പം നമുക്കിന്നിത് ഈ പോർക്ക് എയർ ഫ്രൈ ചെയ്യാം. ഞാനിവിടെ ഇത് റിബ്സ് എടുത്തിട്ടുണ്ട്, അതായത് വാരിയല്ല, പിന്നെ അല്ലാത്ത കഷ്ണങ്ങളും എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് എയർ ഫ്രൈ ചെയ്യാം. ആദ്യം ഇതിനായിട്ട് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി വെള്ളം മാലം വയ്ക്കാം. കഴുകിയെടുത്തു. ഇനി നമുക്ക് ഈ തുളയുള്ള പാത്രത്തിലേക്ക് വെച്ച് ഇതിൻ്റെ വെള്ളം ഒന്ന് വാർന്ന് വരട്ടെ. ആ സമയത്തിന് ഇതെല്ലാം പിടിപ്പിക്കാനുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കാം. ഇനി നമുക്ക് അതിൻ്റെ ഗരം മസാല അതിൻ്റെ മസാലക്കൂട്ട് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് ഗരം മസാലയാണ്. ഗരം മസാല പൊടിച്ച പാത്രം തന്നെ, അതുകൊണ്ട് അത് ഞാൻ കഴുകുന്നില്ല, ഇപ്പം തന്നെ പൊടിച്ചെടുത്തതേ ഉള്ളൂ. അതിനകത്തേക്ക് ഇട്ടു. അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ പച്ച കുരുമുളകാണ് അരയ്ക്കുന്നത്, പിന്നെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം കൂടെ നമുക്കൊരു അല്പം വിനാഗിരി എണ്ണ ഒഴിച്ച് അരച്ചെടുക്കണം. കാരണം നമ്മൾ എയർ ഫ്രൈ അല്ലേ ചെയ്യുന്നത്, അത് കാരണം അല്പം എണ്ണ ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. നമുക്കല്പം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം. കുറച്ച് ഉപ്പ്, വെളിച്ചെണ്ണ കേട്ടോ, ഒരൽപ്പം വിനാഗിരി, നാരങ്ങാനീര് ചേർത്താലും മതി കേട്ടോ. ഒരു പേരിന് വിനാഗിരി ആയതുകൊണ്ട് ഒരു പേരിന് ചേർക്കുന്നുള്ളൂ. നാരങ്ങാനീരാണ്, നമുക്ക് ഒരു മുറി നാരങ്ങയുടെ നീര് ചേർക്കാം. നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങ ചേർക്കുക, ഇല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി ചേർക്കുക. നമുക്കൊരു 2-3 പ്രാവശ്യം തോണ്ടിയിട്ട് കൊടുത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. കുറച്ചല്ലേ ഉള്ളൂ, വെള്ളം ഒഴിക്കുന്നുമില്ലല്ലോ. നമുക്ക് അരച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കാം. മുളക് പൊടിക്ക് പകരം പച്ചക്കാന്താരി മുളകും പച്ചക്കുരുമുളകും കൂടെ വേണമെങ്കിലും നമുക്ക് അരയ്ക്കാം കേട്ടോ. കുരുമുളകും മുളകും ഒക്കെ ആയതുകൊണ്ട് കൈ കൊണ്ട് തോണ്ടിയിടാതെ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു സാധനം കൊണ്ട്, അല്ല പ്ലാല കൊണ്ടോ എന്തുകൊണ്ടേലും വടിച്ചിടുവാണ് നല്ലതല്ല, കൈ പുകയാൻ സാധ്യതയുണ്ട്. അരച്ച് കഴിഞ്ഞ് ഇനി നമുക്കിത് ഇറച്ചിയിലേക്ക് തോണ്ടിയിട്ടിട്ട് തിരുമ്മി വയ്ക്കുക. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിവിടെ മൂടിയിരിക്കട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എയർ ഫ്രൈ ചെയ്യാം. ഇതിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റായി. പതുക്കെ അല്പം വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എയർ ഫ്രയറിലേക്ക് മാറ്റാം. നമുക്കാദ്യം എയർ ഫ്രയറിൽ അല്പം എണ്ണയൊന്നും തടവി കൊടുക്കാം. കടലയൊക്കെയാണ് നമ്മൾ വറുക്കുന്നതെങ്കിൽ എണ്ണ തടവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന പോർക്കെടുത്ത് വയ്ക്കുക. ഒരെണ്ണത്തെ മുട്ടാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഇതിൻ്റെ മുകളിലും ഒരല്പം എണ്ണ തടവി കൊടുക്കുക. നമുക്കിത് എയർ ഫ്രയറിൽ വെച്ച് ഓണാക്കാം. നമ്മൾ പോർക്ക് ഇതിനകത്ത് എയർ ഫ്രയറിൽ വെച്ചു. ഇനി നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം തെളിഞ്ഞ് വരും. ഇതിപ്പോൾ ഞാൻ
എന്താ ചെയ്തത് തീരാൻ. അപ്പം നമ്മളിത് മീറ്റോയിലാണ് കിടക്കണേണ്ടോ. ഇനി നമുക്ക് സമയം, ഹീറ്റ് 200 മീറ്റ് ഓയിൽ വന്നു. ഇനി സമയം 15 മിനിറ്റ്. സമയം 15 മിനിറ്റ് വെച്ചു. മീറ്റിൻ്റെ വെച്ചു. 200 ഡിഗ്രി സെൻറ്റിഗ്രേഡും വെച്ചു. ഇനി നമുക്ക് ഒരു 8 മിനിറ്റ് ആകുമ്പം, ഈ 15 മിനിറ്റ് എന്നുള്ളത് കുറഞ്ഞ് 8 ആകുമ്പം നമുക്ക് നമ്മുടെ പോർക്കിനെ ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്നോടെ എണ്ണ പുരട്ടി കൊടുക്കാം. ഒരു 8 മിനിറ്റായി അത് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിടാം. പോർക്കായതുകൊണ്ട് അതേ കുറച്ച് നെയ്യൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ വശത്തിന് നമുക്ക് മറിച്ചിട്ടിട്ട് എണ്ണ പുരട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇത് നെയ്യുണ്ട്. നെയ്യില്ലാതിരിക്കുവാണെങ്കിൽ നമുക്ക് ഈ വശത്തും കൂടെ ഒന്ന് എണ്ണ പുരട്ടി കൊടുക്കാം. ഒരെണ്ണത്തെ മുട്ടാതെ നമ്മളത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടെ കൊണ്ടുപോയി ബാക്കി സമയം കൂടെ കുക്ക് ചെയ്യാം. നമുക്ക് വീണ്ടും ഓണാക്കാം. ഇനി നമുക്ക് സമയം 8 മിനിറ്റ്, മീറ്റ്, ഹീറ്റ് 200. ഇനി നമുക്ക് ഒന്നും കൂടെ ഓൺ ചെയ്യാം. ഇത് കറങ്ങുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വർക്ക് ചെയ്ത് തുടങ്ങിയെന്ന്. കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. 8 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഓഫ് ആയിക്കോളും. അപ്പോൾ നമുക്കെടുത്ത് കഴിക്കാം. ഇത് നമുക്ക് നോക്കി നിന്ന് കണ്ട. ഇനി 3 മിനിറ്റും കൂടെ ഉണ്ട്. ചൂട് ഇപ്പം തന്നെ മാറി വന്നു. 200 അത് കാണിക്കുന്നു. ഏതിലാണ് വെച്ചിരിക്കുന്നത്? മീറ്റിൽ. 3 മിനിറ്റും കൂടെ കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. നമ്മുടെ എയർ ഫ്രൈ ചെയ്ത പോർക്ക് എന്തായി എന്നറിയാൻ നേരം 2 മിനിറ്റായി. നമ്മുടെ സമയം തീർന്നു, ഓഫ് ആയി. നമുക്ക് സ്വിച്ച് ഓഫ് ആക്കാം. തുറന്ന് നോക്കാം. നന്നായിട്ട് കണ്ടോ വെന്തിട്ടുണ്ട്. നമുക്കിത് മാറ്റിയിട്ട് ബാക്കി ഇതുപോലെ തന്നെ എയർ ഫ്രൈ ചെയ്തെടുക്കാം. തക്കാലം കൊടിൽ കണ്ടില്ല, ഇതും കൊണ്ടിങ്ങ് പെറുക്കിയെടുക്കാം.